വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോഴുണ്ടായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം കെട്ടടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരൂർ നഗരസഭയിലെ 15-ാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീരാഗിനെ RSS കുടുംബത്തിൽ അംഗമാക്കി മാറ്റി ഇടതു സ്ഥാനാർത്ഥിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതൊന്നും ജനങ്ങൾക്കിടയിൽ ഏഷില്ലെന്നും ഇതിനെതിരെ ഏതറ്റം വരെ പോകുമെന്നും ലീഗ് മുനിസിപ്പൽ നേതാക്കൾ പറഞ്ഞു. നമ്മുടെ തിരൂർ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണ രംഗം വളരെ സജീവമായിട്ട് നടക്കുകയാണ്. ഇവിടെ പ്രധാനമായും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് മത്സര രംഗത്തുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ സമീപിച്ചാൽ വോട്ട് കിട്ടുകയില്ല എന്ന് ബോധ്യപ്പെട്ട CPM വളരെ തരംതാണ രാഷ്ട്രീയമാണ് ഇപ്പോൾ തിരൂരിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നമ്മുടെ 15-ാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീരാഗിനെ ഒരു സംഘീ പ്രചാരകനായി ചിത്രീകരിച്ചുകൊണ്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി തന്നെ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് പ്രചരണം നടത്തുന്ന വളരെ നീചമായ പ്രവൃത്തി കാണാനിടയായി. പരന്നേക്കാട് പ്രദേശം എന്നൊക്കെ പറയുന്നത് വളരെ സൗഹാർദ്ദത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകൾ, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവും. വളരെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സൗഹാർദ്ദത്തോടു കൂടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് പരന്നേക്കാട് പ്രദേശം. പക്ഷെ ആ പ്രദേശത്തിന് തന്നെ കളങ്കം ചാർത്തുമാറ് തൻ്റെ പരാജയം അരക്കിട്ട് ഉറപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സത്യത്തിൽ വളരെ നീചമായ പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അത് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ ചില നിഷ്കർഷതകളൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വ്യക്തിഹത്യ നടത്തുന്നതിന് എതിരായിട്ടുള്ള നടപടികൾ. തീർച്ചയായിട്ടും നമ്മുടെ ശ്രീരാഗ് അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു പട്ടികജാതി സംവരണമായപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്ന് സ്ഥാനാർത്ഥിയായ ആളല്ല. മുസ്ലിം ലീഗ് പാർട്ടിയുമായി പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമുള്ള ഒരു പ്രവർത്തകനാണ് പ്രിയപ്പെട്ട ശ്രീരാഗ്. മുസ്ലിം ലീഗിൻ്റെ യുവജന പ്രസ്ഥാനമായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ 38-ാം വാർഡ് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട ശ്രീരാഗ്. ആ ശ്രീരാഗിനെയാണ് ഇപ്പോൾ സംഘിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയൊക്കെ 15-ാം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർമാർക്കുണ്ട് എന്നുള്ളത് ഈ നീചപ്രവൃത്തി ചെയ്ത CPMൻ്റെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നവരും മനസ്സിലാക്കണമെന്നാണ് UDFനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയണം, തെരഞ്ഞെടുപ്പിൽ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം, നാടിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. അതിനൊന്നും മെനക്കെടാതെ ഈ രൂപത്തിൽ വർഗീയമായി ചിത്രീകരിച്ച് RSS ആണ്, സംഘിയാണ് എന്നൊക്കെ പറഞ്ഞ് ചാപ്പകുത്തി 4 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടാമെന്നാണ് CPM സ്ഥാനാർത്ഥിയൊക്കെ കരുതുന്നതെങ്കിൽ അതിനുള്ള ചുട്ട മറുപടി പരന്നേക്കാട്ടിലെ ജനങ്ങൾ ഈ വരുന്ന 11-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് തന്നെ നടത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല ഈ ശ്രമത്തെ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വിഷയമുണ്ടായ ഉടനെ തന്നെ ഞങ്ങൾ ബഹുമാനായ ജില്ലാ കളക്ടർക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇവിടുത്തെ ഇതിൻ്റെ ചാർജുള്ള നമ്മുടെ ROക്കും റിട്ടേണിംഗ് ഓഫീസർക്കും പോലീസ് മേധാവിക്കും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് UDFും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായിട്ടും അത് CPM തെരഞ്ഞെടുപ്പുകളിൽ പരാജയം മണക്കുമ്പോൾ ചെയ്യുന്ന ഏർപ്പാടാണിത്. അവിടെ അന്ന് വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ടാണ് എങ്കിൽ ഇവിടെ സംഘി സ്ക്രീൻഷോട്ട് ആണ് ഇവരുടെ എന്താ പറയുക ഈ ജൂനിയർ ടീം ഇറങ്ങിയിട്ടുള്ളത്. അത് കാഫിർ സ്ക്രീൻഷോട്ടായിട്ട് ഇറങ്ങിയ ശ്രീമതി ടീച്ചറെ വടകരയിലെ ജനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അതേ രൂപത്തിലുള്ള തിരിച്ചടി ആയിരിക്കും തീർച്ചയായിട്ടും പരന്നേക്കാട്ടിലെ ജനങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് നൽകാൻ പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, ജനറൽ സെക്രട്ടറി PV സമദ്, കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി, C ജൗഹർ, മൊയ്തുഷ, സ്ഥാനാർത്ഥി ശ്രീരാഗ്, പ്രാദേശിക നേതാക്കളായ ഫൈസൽ അമ്മേങ്ങര, ഹുസൈൻ പരന്നേക്കാട്, മജീദ് P, അൻസാർ AK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ.